ഹായ് ഓൾ, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള PSC 11 ഏപ്രിൽ 2023 നടത്തുന്ന സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ പരീക്ഷയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം കേരള PSC ഇറക്കിയിട്ടുള്ള പുതിയ സിലബസ് എന്താണെന്ന്. അപ്പോൾ പുതിയ സിലബസിൽ ഫസ്റ്റ് നമുക്ക് തന്നിട്ടുള്ളത് അക്കൗണ്ടൻസി ആൻഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. 40 മാർക്കുകളാണ് PSC അതിന് പറഞ്ഞിട്ടുള്ളത്. അതിൽ സബായിട്ട് വരുന്ന 25 മാർക്കിന്റെ അക്കൗണ്ടൻസി വരുന്നുണ്ട്. അക്കൗണ്ടൻസിയിൽ ബേസിക് അക്കൗണ്ടിങ്, പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്സ്, കമ്പനി അക്കൗണ്ട്സ്, കോസ്റ്റ് അക്കൗണ്ടിങ്, മാനേജ്മെന്റ് അക്കൗണ്ടിങ്, ബജറ്ററി കൺട്രോൾ, ഇത്രയും കാര്യങ്ങളാണ് അക്കൗണ്ടിങ്ങിൽ വരുന്നത്. അക്കൗണ്ടൻസിക്ക് ടോട്ടൽ ഇട്ടിട്ടുള്ള മാർക്ക് എന്ന് പറയുന്നത് 25 മാർക്കാണ്. അടുത്തത് വരുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ്. ഫിനാൻഷ്യൽ മാനേജ്മെന്റിന് 15 മാർക്കാണുള്ളത്. 15 മാർക്കുള്ള ഫിനാൻഷ്യൽ മാനേജ്മെന്റില് മൊഡ്യൂൾ 1 പറയുന്നത് ഫിനാൻസ് ഫംഗ്ഷൻ ആണ്. മൊഡ്യൂൾ 2 ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ആണ്. മൊഡ്യൂൾ 3 ഫിനാൻസിംഗ് ഡിസിഷൻ. മൊഡ്യൂൾ 4 ഡിവിഡൻഡ് ഡിസിഷൻ. മൊഡ്യൂൾ 5 കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസ്. ദെൻ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് ആണ് ലാസ്റ്റ് മൊഡ്യൂള്. അപ്പൊ ഇത്രയും മൊഡ്യൂള് അടങ്ങിയിട്ടുള്ളതാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ. അതിൽ ഓരോ സെക്ഷനും PSC സെപ്പറേറ്റ് ആയിട്ട് മാർക്ക് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബേസിക് അക്കൗണ്ടിങ്ങിന് കൊടുത്തിട്ടുള്ളത് 4 മാർക്സ് ആണ്. പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്സിന് 4 മാർക്സ് ആണ്. അതുപോലെ കമ്പനി അക്കൗണ്ട്സിന് 4 മാർക്കുകളാണ്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിന് 5 മാർക്സ്, മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന് 4 മാർക്സ്, ബജറ്ററി കൺട്രോൾ 4, ഫിനാൻസ് ഡിസിഷന് 1 മാർക്കാണുള്ളത്, ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷന് 3 മാർക്ക്, ഫിനാൻസിംഗ് ഡിസിഷൻസിന് 2 മാർക്ക്, ഡിവിഡൻഡ് ഡിസിഷൻസിന് 2 മാർക്ക്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് ക്യാപിറ്റൽ സ്ട്രക്ചറിന് വരുന്നത് 4 മാർക്കാണ്, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റിന് വരുന്നത് 3 മാർക്കാണ്. അപ്പോൾ ഇത്രയാണ് അക്കൗണ്ടൻസി ആൻഡ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന 40 മാർക്സിന്റെ അലോക്കേഷൻ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് പാർട്ട് 2 കൊടുത്തിട്ടുള്ളത് ലോ ആണ്. ലോയ്ക്കും 40 മാർക്സ് ആണ് PSC അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് മൊഡ്യൂൾ ആണ് ജൂറിസ്പ്രുഡൻസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട്സ്. 5 മാർക്കാണ് ഈ ഒരു സെക്ഷന് PSC കൊടുത്തിട്ടുള്ളത്. ദെൻ കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ലോ ആണ് മൊഡ്യൂൾ 2 എന്ന് പറയുന്നത്. അതിനും 5 മാർക്സ് ആണുള്ളത്. ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് തന്നെ PSC കൊടുത്തിട്ടുണ്ട്. വീഡിയോയ്ക്ക് ലാസ്റ്റ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്ത് കാണിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. 5 മാർക്സ് ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ ലോ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ലോക്ക് കൊടുത്തേക്കുന്നത്. ദെൻ മൊഡ്യൂൾ 3 പറയുന്നത് ലോ റിലേറ്റിംഗ് ടു ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ആണ്. GST ആക്ടുമായി ബന്ധപ്പെട്ട് 10 മാർക്കിനുള്ള സിലബസ് ആണ് PSC കൊടുക്കുന്നത്. 10 മാർക്കേ ഉള്ളൂ, പക്ഷെ സിലബസ് നല്ല വൈഡ് ആണ്. പക്ഷെ അലോക്കേറ്റ് ചെയ്തിട്ടുള്ള മാർക്ക് എന്ന് പറയുന്നത് എത്രയാണ്? 10 മാർക്കാണ്. അതിൽ ഫസ്റ്റ് വരുന്നത് കേരള സ്റ്റേറ്റ് GST ആക്ട് ആണ്. കേരള സ്റ്റേറ്റ് GST ആക്ട് 2017 ഉണ്ട്. ദെൻ സെക്കൻഡ് സെക്ഷൻ ആയിട്ട് UT GST ആക്ട് ഉണ്ട്. UT GST ആക്ട്, ദെൻ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്ട്, കോമ്പൻസേഷൻ ടു സ്റ്റേറ്റ്സ് ആക്ട് 2017 പറയുന്നുണ്ട്. ദെൻ സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ആക്ട് 2017 ഉണ്ട്. ദെൻ ലാസ്റ്റ് വൺ ആയിട്ട് ഇന്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആക്ട് IGST ആക്ടും വരുന്നുണ്ട്. പക്ഷേ ഈ എല്ലാ ആക്ടും കൂടെ കൂടിയിട്ട് PSC കൊടുത്തിട്ടുള്ള അലോക്കേറ്റ് ചെയ്തിട്ടുള്ള മാർക്ക് എത്ര മാത്രമാണ്? 10 മാർക്കാണ്. പക്ഷെ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് ആണ് കൊടുത്തിട്ടുള്ളത്. ദെൻ അടുത്തത് മൊഡ്യൂൾ 4 പറയുന്നത് IPC, CRPC ആൻഡ് എവിഡൻസ് ആക്ട് ആണ്. 5 മാർക്സ് ആണ് PSC ഇതിന് അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത്. IPC വരുന്നുണ്ട്, CRPC ആൻഡ് എവിഡൻസ് ആക്ട് 5 മാർക്കാണ് അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് 5th മൊഡ്യൂൾ ലോ ഓഫ് കോൺട്രാക്ട് ആൻഡ് ടോട്ട്സ് പറയുന്നുണ്ട്. അപ്പോൾ കോൺട്രാക്ട് ആക്ട് ഉണ്ട്. 5 മാർക്സ് ആണ് കോൺട്രാക്ട് ആക്ടിന് കൊടുത്തിട്ടുള്ളത്. ദെൻ മൊഡ്യൂൾ 6 പറയുന്നത് ലോ റിലേറ്റിംഗ് ടു അഗ്രികൾച്ചറൽ ഇൻകം, ലക്ഷറീസ്, റവന്യൂ റിക്കവറി ആൻഡ് മണി ലെൻഡിങ് ആണ്. മൊത്തത്തിലും ഇതിന് വരുന്ന മാർക്സ് എന്ന് പറയുന്നത് 5 മാർക്സ് മാത്രമാണ് PSC അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അണ്ടറിൽ വരുന്ന ആക്ടുകളാണ് കേരള അഗ്രികൾച്ചറൽ ഇൻകം ടാക്സ് ആക്ട് 1991 ആൻഡ് റൂൾസ്, അതുപോലെ കേരള ടാക്സ് ഓൺ ലക്ഷറീസ് ഇൻ ഹോട്ടൽസ് ആൻഡ് ലോഡ്ജിംഗ് ഹൗസസ് ആക്ട് 1976 ആൻഡ് റൂൾസ്. Then Kerala Revenue Recovery Act 1968 and rules. Last one ആയിട്ട് കേരള മണി ലെൻഡേഴ്സ് ആക്ട് 1958 ആൻഡ് റൂൾസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് 6th മൊഡ്യൂളിലുള്ളത്. അപ്പോൾ 6th മൊഡ്യൂൾ ഇത്രയും ആക്ടുകൾ പഠിച്ചാൽ അലോക്കേറ്റ് ചെയ്തിട്ടുള്ള മാർക്ക് എന്ന് പറയുന്നത് 5 മാർക്കാണ്. ദെൻ 7th മൊഡ്യൂളിൽ പറയുന്നത് ആന്റി കറപ്ഷൻ ലോ ആണ്. ആന്റി കറപ്ഷൻ ലോയ്ക്ക് മൊത്തമായിട്ട് കൊടുത്തിട്ടുള്ളത് 5 മാർക്സ് ആണ്. 5 മാർക്കാണ് ആന്റി കറപ്ഷൻ ലോയ്ക്ക് ഉള്ളത്.
ദെൻ പാർട്ട് 3, പാർട്ട് 2 ഇത്രയും സെക്ഷൻസ് ആണ് വരുന്നത്. ഇനി പാർട്ട് 3 അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത് 10 മാർക്കുകളാണ്. അപ്പോൾ ഓർക്കുക, ലോക്ക് മൊത്തത്തിലുള്ളത് എത്ര മാർക്കാണ്? 40 മാർക്കാണ്. അതിൽ ഇത്രയും മൊഡ്യൂൾസിലായിട്ടാണ് വരുന്നത്. ഇനി പാർട്ട് 3 പറയുന്നത് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആണ്. കമ്പ്യൂട്ടറിന്റെ ബേസിക്സ് ഏറ്റവും നല്ല സിമ്പിൾ ആയിട്ടുള്ള മൊഡ്യൂളാണ്. 10 മാർക്കാണ് അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഹാർഡ്വെയർസ് വരുന്നുണ്ട്, സോഫ്റ്റ്വെയർസ്, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്, ഇന്റർനെറ്റ്, സൈബർ റോങ്സ്, ഇത്രയും കാര്യങ്ങളാണ് പാർട്ട് 3 അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു 10 മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അധികം എഫേർട്ട് ഒന്നും ഇടേണ്ട കാര്യമില്ല. അത്രയും ചെറിയ ടോപ്പിക്ക് മാത്രമേ വരുന്നുള്ളൂ. ദെൻ നെക്സ്റ്റ് വരുന്നത് ജനറൽ നോളജ്, കറണ്ട് അഫയേഴ്സ് ആൻഡ് റിനൈസൻസ് ഇൻ കേരള ആണ്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് തന്നെയാണ്. സൈലന്റ് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, അതുപോലെ തന്നെ വെൽഫെയർ ലെജിസ്ലേഷൻ ആൻഡ് പ്രോഗ്രാംസ് ഉണ്ട്, കറണ്ട് അഫയേഴ്സ് വരുന്നുണ്ട്, റിനൈസൻസ്, കേരള റിനൈസൻസിൽ ടുവേർഡ്സ് എ ന്യൂ സൊസൈറ്റി, എഫേർട്സ് ടു റിഫോം ദ സൊസൈറ്റി, അങ്ങനെ പറഞ്ഞിട്ട് നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ലീഡേഴ്സിന് വരുന്നുണ്ട്, വുമൺ ആൻഡ് സോഷ്യൽ ചേഞ്ച് വരുന്നുണ്ട്, റോൾ ഓഫ് പ്രസ് ഇൻ റിനൈസൻസ് വരുന്നുണ്ട്, ലിറ്ററസി ഫിഗേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് റിനൈസൻസ് ഇൻ കേരള ആൻഡ് ഫ്രീഡം മൂവ്മെന്റ്സിൽ വരുന്നത്. അങ്ങനെ മൊത്തത്തിൽ ഈ ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ്, റിനൈസൻസ് അടക്കമുള്ള മൊത്തത്തിൽ വരുന്നത് 10 മാർക്കാണ്. ഡീറ്റെയിൽ ആണ് ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത്. നല്ല രീതിയിൽ പഠിച്ചാൽ തന്നെ കിട്ടുള്ളൂ. അപ്പോൾ ഈ സിലബസ് മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും, നമുക്ക് അക്കൗണ്ടൻസിയുടെ പോർഷൻസ് മൊത്തം പെട്ടെന്ന് കവർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകളൊന്നും വരുന്നില്ല. അക്കൗണ്ടന്റ് എക്സാമിന്, അതുപോലെ തന്നെ ഇപ്പം വരുന്ന അസിസ്റ്റന്റ് എക്സാം, ബാക്ക്വേർഡ് ക്ലാസ്സസ് കോർപ്പറേഷൻ്റെ എക്സാമിനൊക്കെ പഠിക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ആദ്യത്തെ 40 മാർക്ക് വരുന്നത്. പിന്നെ IT സിലബസ് 10 മാർക്കും നല്ല എളുപ്പത്തിലുള്ള സിലബസ് ആണ്. അത് നന്നായിട്ട് തന്നെ പഠിക്കാം. അതുപോലെ തന്നെ നമ്മൾ കോച്ചിങ്ങിലൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതാണ് CGST ആക്ട്. അപ്പോൾ CGST ആക്ട് ഉള്ളതുകൊണ്ട് തന്നെ എന്താണ്, അതിൽ കുറേ പോർഷൻസ് കവറായി പോവും. അപ്പം നമ്മൾ ഈ ഒരു പോർഷനിൽ ഏകദേശം 50% ടോപ്പിക്കുകൾ ഓൾറെഡി കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇപ്പോൾ കുട്ടികൾക്ക് അധികം ബുദ്ധിമുട്ടുള്ള ഒരു സിലബസ് അല്ല വന്നിട്ടുള്ളത്. പക്ഷേ ഡീറ്റെയിൽ ആണ് സിലബസ് എന്ന് പറയുന്നത്. നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് ആണ്. കാരണം STO അത്രയും ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു പോസ്റ്റാണ്. അതുകൊണ്ട് നല്ല വലിയ ടോപ്പിക് തന്നെയാണ്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കാം. അപ്പോൾ സിലബസ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോൻ്റെ ലാസ്റ്റ് കാണിക്കുന്നതാണ്. ഇതുവരെ നിങ്ങൾ ട്രെയിനിങ്ങും കോച്ചിങ്ങും ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ LLC അക്കാഡമി ആപ്പ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്റ്റേറ്റ് ടാക്സ് ഓഫീസറിൻ്റെ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞങ്ങളെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് ഡിസ്ക്രിപ്ഷനിലുള്ള ഡീറ്റെയിൽസ് നോക്കുക. LLC അക്കാഡമി ആപ്പ് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. എല്ലാവരും ഡൗൺലോഡ് ചെയ്യുക. ആപ്പിൾ ഫോൺ യൂസ് ചെയ്യുന്ന ആളുകൾക്കും നമ്മുടെ ആപ്പ് അവൈലബിൾ ആണ്. ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പം സിലബസ് നോക്കുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഫ്രീ ക്ലാസ്സുകളൊക്കെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്